Welcome to Annie's Kitchen and you are watching Annie's Kitchen with Annie. ഇന്ന് എൻ്റെ ഉടുപ്പ് കണ്ടിട്ട് ആരും പേടിക്കരുത്. ഇന്ന് എൻ്റെ കോസ്റ്റ്യൂം തന്നേക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറന്നു പോകുന്നൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ പറന്നു പോകുന്ന എന്നാ പറയുക ഭക്ഷണമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു നോൺ വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു ഇവിടെ ഉണ്ടാക്കുന്നത് തനി നാടൻ ഭക്ഷണമാണോ എന്ന് ചോദിച്ചാൽ ഒരു ഇച്ചിരി വ്യത്യാസപ്പെട്ട ചെയ്യാൻ പോകുന്നത്. നാടനല്ല ആക്ച്വലി ഈ ബീഫ് ചെയ്യുന്നത്. എന്നാൽ നാടനാണോ എന്ന് ചോദിച്ചാൽ ഇത് നാടൻ തന്നെയാണ്. ഇത് കുറച്ചൊരു ബീഫ് പെരട്ടായിട്ട് വരും. പക്ഷേ ബീഫ് പെരട്ടല്ല, പെരളനല്ല. പക്ഷേ ഇതിനൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് വരാൻ പോകുന്നത്. ഇതിനകത്ത് കുറച്ച് ലെമൺ ഗ്രാസ് ഒക്കെ ചേർക്കണം എന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ നാട്ടിൽ ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്നാ ചെയ്ത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് വെച്ചാൽ ഞാൻ ഈ ബീഫ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ബീഫിനകത്ത് എപ്പോഴല്ലേ ഒരു പുളിവെള്ളമൊക്കെ ഒഴിക്കുന്നത്, ഒന്നും ഒഴിക്കുകയല്ല. അതിനകത്ത് കൂടി പോയ വിനാഗിരിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർക്കാം, പഞ്ചസാര ചേർക്കണം. ഒന്നാലോചിക്കുക, ഇതൊക്കെ എങ്ങനെ നമ്മൾ ബീഫിനകത്ത് ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ കുറച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ഫ്ലേവറാണ്. എപ്പോഴും നമ്മൾ ബീഫ് ഒലത്തത്, ബീഫ് കറി, ബീഫ് പെരട്ട്, ബീഫ് പെരളൻ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ഇത് കഴിച്ച് നോക്കൂ. അപ്പോൾ അല്ലേ ആ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലാതെ വെളിയിൽ നമുക്ക് കിട്ടാൻ മേലാത്ത ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നോക്കൂ ഇതിനകത്ത് എന്നാക്കെയാണ് വേണ്ടിയെന്ന്. കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, എരിവ് അനുസരിച്ച് വറ്റൽമുളക്, പിന്നെ വേണ്ടിയത് വെജിറ്റബിൾ ഓയിൽ ഏതേലും, കുറച്ച് ഏലക്ക, തക്കോലം, പട്ട, കുറച്ച് ഗ്രാമ്പു. ബീഫ് ആക്ച്വലി ഞാനിവിടെ വേവിച്ച് പകുതി വെച്ചേക്കുവാ. ഇനി കുറച്ചുകൂടെ വേവാനേ ഉള്ളേ. ഇതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അല്ലെങ്കിൽ പച്ചയിറച്ചി തന്നെ ഇട്ടേച്ചാൽ മതി. കുറച്ച് മല്ലിയില, ഈ മല്ലിയിലയ്ക്ക് പകരമാണ് ഞാൻ പറഞ്ഞ കുറച്ച് ലെമൺ ഗ്രാസ് വേണമെന്ന്. അത് കിട്ടുവാന്നേൽ അത് മേടിച്ചോ, ഇല്ലേൽ നമുക്ക് മല്ലിയില ആയാലും മതി. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, ഇച്ചിരി പുളിയുടെ വെള്ളം, കുറച്ച് മതിയാവും, തേങ്ങാക്കൊത്ത് വറുത്തത്, ഇച്ചിരി പഞ്ചസാര, കുറച്ച് ഉപ്പ്, കുറച്ച് നാരങ്ങാ നീര്, കുറച്ച് ഫ്രഷ് ക്രീം. ഇത് മസ്റ്റല്ല, ഉണ്ടെങ്കിൽ മാത്രം മതി. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ നല്ലോണം അരയ്ക്കണം. എരിവ് അനുസരിച്ച് വറ്റൽമുളക് ഇടണേ. അതായത് നമ്മുടെ കറിക്ക് ഒരു റെഡ് കളർ എന്തായാലും വേണം. അപ്പോൾ ഇച്ചിരി എരിവ് വേണം. വേറെ മുളക് പൊടിയോ അങ്ങനെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിന് ആദ്യം ഒന്ന് പൊടിച്ചേച്ച് നമുക്ക് ബാക്കി അരച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് പാൻ കത്തിച്ചേച്ച് എണ്ണ കുറച്ച് ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ തക്കോലം. തക്കോലൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു 1/2 കിലോ ബീഫാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 3-4 ഏലക്കയൊക്കെ ഇട്ടേച്ചാൽ മതി. ഏലക്ക ഒരുപാട് ഇപ്പോൾ ഇട്ട് പഠിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏലക്കായുടെയൊക്കെ വില ഇപ്പോൾ കിലോയ്ക്ക് 4000 രൂപ ആയതുകൊണ്ട് നമ്മളൊരു ഇച്ചിരിയൊക്കെ ഇട്ടാൽ പൊന്നിൻ്റെ വിലയാണ് ഇപ്പോൾ ഏലക്കായ്ക്ക്. അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി, പേരിന് ആ ഒരു മണം കിട്ടാനായിട്ട്. 2, 3, 4, 5 എണ്ണി ഇടാനേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഒരു പൂവ്, അതായത് ഒരു തക്കോല, പട്ട ഒരു കഷ്ണം, ഒത്തിരി വേണ്ട അല്ലെങ്കിൽ ഉണ്ടല്ലോ കമർക്കും, ഗ്രാമ്പു അതേപോലെ 1, 2, 3, 4, 5, 6 അത്രയും മതിയാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ കുറച്ച് ആ എണ്ണയിലോട്ടൊന്ന് ഇറങ്ങി കഴിയുമ്പം നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇതിനകത്തോട്ട് ചേർക്കാം. ഈ ഏലക്കായ ഒന്നും പൊട്ടാനായിട്ട് നിൽക്കണ്ട, അല്ലാതെ
ഇതിനകത്ത് ഇതിൻ്റെ ഈ പച്ചച്ചോവയുണ്ടല്ലോ അതൊന്ന് മാറണം. അതായത് ആ ഉള്ളിയുടെ ഇപ്പം നമ്മൾ ഈ ഉള്ളി ഇതിനകത്ത് ഇട്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ കണ്ണിച്ചിരി നീറ്റലുണ്ട്. ആ നീറ്റലൊക്കെ ഒന്ന് മാറുന്ന പോലെ അതൊന്ന് മൂക്കണം. ശരിക്കും പറഞ്ഞാൽ ആ പട്ട, ഗ്രാമ്പു, ഏലക്കായുടെ ഒക്കെ ആ ഒരു മണം ആ ഉള്ളിയെ വരണം. അധികം നേരം എടുക്കുകയല്ല. ഇതേപോലെ ഉള്ളി അരച്ചേച്ച് നമ്മൾ ഇറച്ചിക്കറി വെക്കുകയാണെങ്കിൽ ഇറച്ചിക്കറിക്ക് നല്ല കൊഴുപ്പ് വരും. ഈ ഉള്ളിയിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് അരച്ച, അല്ലാതെ ഉള്ളിയിൽ തന്നെ വെള്ളമുണ്ട്. ഈ വെള്ളമെല്ലാം ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ബീഫ് അങ്ങ് ഇടാം. ഇപ്പം ഏകദേശം അതിൻ്റെ ആ വെള്ളമെല്ലാം വറ്റിയേച്ച് ഈ പറഞ്ഞ പോലെ ആ എണ്ണ തെളിഞ്ഞു തുടങ്ങി. അന്നേരം ഞാൻ ഈ ബീഫ് ഇതിനകത്തോട്ട് അങ്ങ് ഇടുക. ഇനി അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചൊവയും ബീഫ് അരപ്പിൻ്റെ ആ നമ്മൾ ചേർത്തേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, വറ്റൽമുളക് എല്ലാം ആ ബീഫേലൊന്ന് പിടിക്കണം. ഇപ്പോൾ പച്ച ഇറച്ചിയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഇച്ചിരി നല്ലോണം വെള്ളം ഊറും. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ബീഫിനകത്ത് പിടിച്ചേച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാം. ഡ്രൈ ആവണമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വേണം. പക്ഷേ ഞാൻ അത്ര ഒന്നും പോകുന്നില്ല. പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഞാൻ ഡ്രൈ ആക്കി എടുത്തത്. അതായത് ഉള്ളി ഒന്ന് വഴറ്റിയേച്ച് നമ്മൾ ആ ബീഫെല്ലാം ഒന്ന് ചേർത്തത്. ഞാൻ ആ ചേർത്തേക്കുന്ന അരപ്പിച്ചിരി ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോഴാണ് കുറച്ച് ലെമൺ ഗ്രാസ് ഇടണ്ടേ. അത് നമ്മുടെ എല്ലായിടത്തും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഇച്ചിരി മല്ലിയില ഇടുക. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാരങ്ങാ നീരും. കുറച്ച് പുളിയുടെ വെള്ളം, ഒരുപാട് വേണ്ട, നാരങ്ങാ നീര് ഒഴിക്കുന്നുണ്ട്. ലെമൺ ഗ്രാസ് ഇടുവാണെങ്കിൽ എല്ലാ പുളി നോക്കിയേച്ച് ചേർത്തേച്ചാൽ മതി. ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒരുപാട് പുളി ഉണ്ടെന്നല്ല, എന്നാലും ലെമണിൻ്റെ ഒരു ഫ്ലേവർ നല്ലോണം വരും. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത്, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി പഞ്ചസാര, അതായത് നമ്മുടെ ബീഫ് ഒന്ന് കാരമലൈസ് ആയി വരാൻ വേണ്ടി മാത്രം. ഇല്ലെങ്കിൽ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ സ്വീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് സ്വീറ്റ് അല്ല. പഞ്ചസാര ഇട്ടുകൊണ്ട് സ്വീറ്റായി പോകുന്നുള്ളൊരു ഇത് വേണ്ട കേട്ടോ, അത് സ്വീറ്റ് അല്ല. ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ, ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഉപ്പ്, കുറച്ചുകൂടെ മല്ലിയില ഇടാം. ലെമൺ ഗ്രാസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ ഇട്ടു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാനിൽ അടച്ചു വെച്ച ബീഫ് ഒട്ടും വേവുകയല്ല, അത് 100% ഷുവറാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുക്കറിലിട്ട് നല്ല അസലായിട്ട് ബീഫ് വേവിക്കും. വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ബ്രൗൺ കളറായിട്ട് വരും. ബ്രൗൺ കളറായി കഴിയുമ്പം അതിന് ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാമോ, നല്ലോണം ഒന്ന് നമ്മൾ ബീഫ് പുരട്ടിയൊക്കെ എടുക്കുകയല്ലേ ഒലത്തി കഴിയുമ്പം, എന്ന് പറഞ്ഞാൽ ഈ ഗ്രേവി നല്ലോണം ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞ് നല്ല പുരട്ടി എടുക്കുന്നതാണ് ഇതിൻ്റെ പരുവം. ഇതല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇതൊരു ഇന്ത്യൻ ഡിഷാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് ഒരു ഇറ്റാലിയൻ ഡിഷായിരുന്നു. ഈ ഇറ്റാലിയനാണ് നമ്മുടെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് അതിനെ ഞാൻ കേരളയിലേക്ക് കൊണ്ടുവന്ന് ആനീസ് കിച്ചണിലൂടെ നമ്മുടെ കൈവാക്കിന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തന്നത്. അതുകൊണ്ട് ഇത്രയും ഞാൻ പ്രയാസപ്പെട്ട് ഈ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിലുണ്ടാക്കാതിരിക്കരുത്. ഇപ്രാവശ്യം ഈ ഞായറാഴ്ചയെങ്കിലും ഇതുണ്ടാക്കി നോക്കണം. അതിനകത്ത് ഒരു വ്യത്യാസവും കാണിക്കരുത്. എന്നാലേ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ബീഫ് റെഡിയാണ്. ഇത് ഈ കളർ ആവണം, ഇത് നല്ല ബ്രൗൺ കളർ ആവണം. അതിൻ്റെ കൂടെ ബറോട്ടയാണോ വൈറ്റ് റൈസ് ആണ് ഏറ്റവും നല്ലതായിട്ട് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ.
പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പം നമ്മൾ ഹോൾ ഇന്ത്യ ഇപ്പോൾ ബറോട്ടയിൽ ഇല്ലാത്ത ജീവിതം ഇല്ല എന്നുള്ള അവസ്ഥയിലെത്തി. എല്ലാവർക്കും ഫസ്റ്റ് കാര്യം എന്നാ ബീഫിനൂടെ വേണമെന്ന് ചോദിച്ചാൽ ആദ്യം ബറോട്ടയാണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞാൽ ഈ സമയത്ത് ഇച്ചിരി ചോറ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ശരിയായ ഏർപ്പാടല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരം ബറോട്ടയാണ് ഇവിടെ വാങ്ങിച്ചു വെച്ചത്. എനിക്ക് ഉണ്ടാക്കാൻ അത്ര അറിയാൻ മേല. ഞാനതൊക്കെ വീശി ഉണ്ടാക്കുവാന്നേൽ ബറോട്ടയുടെ ഷേപ്പൊക്കെ അതല്ല എൻ്റെ അടുക്കളയുടെ ഷേപ്പ് മാറും, ബറോട്ടയുടെ ഷേപ്പ് മാറും. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചില്ല. ബീഫിന് മാത്രമേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ.